ക്രോപ്സ്, മലയോര മേഖലയിലെ തളർന്നു കിടക്കുന്ന കാർഷിക മേഖലയെ പുനരുദ്ധരിപ്പിക്കാൻ ഉണ്ടാവും. ഭൂനിയമങ്ങൾ ആ കാലത്ത് വന്നപ്പോൾ അത് വളരെ നല്ല പ്രോഗ്രസീവ് ആയിട്ടുള്ള ഭൂനിയമങ്ങളാണ്. പക്ഷെ പല ഭൂനിയമങ്ങളും ഔട്ട്ഡേറ്റഡ് ആണ്, കാലഹരണപ്പെട്ടതാണ്, പല കാര്യങ്ങൾക്കും തടസ്സം നിൽക്കുന്നതാണ്. അതുകൊണ്ടൊരു ഭൂപരിഷ്കരണം 2 എന്നുള്ള രീതിയിൽ ഭൂനിയമങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. ഒരു സംശയമില്ല. തോട്ടം മേഖലയിൽ ടൂറിസത്തിനും മൾട്ടി ക്രോപ്സിനും പ്രാധാന്യം കൊടുക്കും. ധാരാളം അതുപോലത്തെ സംവിധാനങ്ങൾ, ഭാവിയെ മാറ്റിമറിക്കാൻ കഴിയുന്ന നിരവധി സംവിധാനങ്ങളാണ് ഇതിനകത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ബജറ്റ് പ്രസംഗം വിശദമായി വായിച്ചതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വീണ്ടും ആവർത്തിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ബജറ്റിലുണ്ട്. അതിന്റെ ഒരു പെർഫോമൻസ്, ആ ബജറ്റിൽ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ സമയബന്ധിതമായി വളരെ ഭംഗിയായി തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെക്കാനിസം കൂടി ഉണ്ടാക്കും. കൃത്യമായ പെർഫോമൻസ് ഓഡിറ്റിംഗ് ഉണ്ടാവും ഓരോ ഈ ബജറ്റിൽ നടത്തിയിട്ടുള്ളത്. ഒരാൾ തീർച്ചയായിട്ടും ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ആക്ഷേപിച്ചെന്ന് പറഞ്ഞു സ്വകാര്യ നിക്ഷേപങ്ങളെ മുഴുവൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ബജറ്റ് എന്ന്. ശരിയാണ്. അല്ല, കേൾക്ക്, അദ്ദേഹത്തിന്റെ ആക്ഷേപത്തെ ഞാൻ പൂർണ്ണമായി സ്വീകരിക്കുന്നു. സ്വകാര്യ നിക്ഷേപങ്ങൾ ഉണ്ടാവണം. ഈ 87,000 കോടി രൂപയുടെ കടവും ഇപ്പൊ കൊടുക്കേണ്ട ബാധ്യതയും 5 ലക്ഷം കോടി രൂപയുടെ കടവുള്ള ഒരു സംസ്ഥാനത്തിന് ഏത് കാര്യമാണ് ഒരു സെക്ടറിൽ, പബ്ലിക് സെക്ടറിൽ തുടങ്ങാൻ പറ്റുന്നത്? ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടേ? ഇവിടെ മത്സരിക്കുന്ന സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഓരോ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുപോകുന്നതിന് വേണ്ടി തമിഴ്നാടും കർണാടകയും മഹാരാഷ്ട്രയും തെലങ്കാനയും ആന്ധ്രയും ഹരിയാനയും എല്ലാവരും മത്സരിക്കുകയാണ്. ഇവിടെ വരാൻ പാടില്ല. അതല്ല ഞങ്ങളുടെ നയം. ഞങ്ങൾ സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കും, ഇൻവെസ്റ്റ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കും. അതുവഴി സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. പ്രൈവറ്റൈസേഷൻ എവിടെയാണ് ഉണ്ടാക്കിയത്? അല്ല, ഏത് മേഖലയാണ് സ്വകാര്യവൽക്കരിച്ചത്? KSRTC സ്വകാര്യവൽക്കരിച്ചു. വാട്ടർ അവിടെ ഒരു സംശയം വേണ്ട. അത് തുടങ്ങുക, അത് തന്നെയാണ് പോളിസി. പിന്നെ ഔട്ട് ഓഫ് പോർട്ട് അത് ഡെവലപ്പ് ചെയ്യും. ഫിഷറീസ് എക്സ്പോർട്ട് ഉണ്ടാവും. അവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ കിട്ടുന്ന ലോജിസ്റ്റിക്സ് പാർക്കുകൾ ഉണ്ടാവും. ഗവൺമെന്റിന്റെ ഏജൻസികൾക്ക് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ സപ്പോർട്ടും ചെയ്യും. ഒരു പുതിയ ഒരാൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നില്ല. ഉള്ള ജോലിയിൽ നിന്ന് ആള് റിട്ടയർ ചെയ്യുമ്പോൾ കോൺട്രാക്ട് വെച്ചുകൊണ്ടാണ് കേരളത്തിലെ പബ്ലിക് സെക്ടർ നടന്നുകൊണ്ട് പോകുന്നത്. നിങ്ങളൊന്ന് അന്വേഷിക്കും. പബ്ലിക് സെക്ടർ നടത്തിക്കൊണ്ട് പോകുന്നത് പുതിയ അപ്പോയിന്റ്മെന്റ് നടത്തി എത്ര നാളായി? ഈ ട്രാക്കോ കേബിൾ പൂട്ടിപ്പോയില്ലേ? ട്രാക്കോ കേബിൾ പൂട്ടിപ്പോയില്ലേ? പൂട്ടലിന്റെ വക്കിലാണ്. അഗ്രോ മെഷീനറി കോർപ്പറേഷൻ പൂട്ടലിന്റെ വക്കിലാണ്. ട്രാവൻകൂർ സിമന്റ്സ് പൂട്ടലിന്റെ വക്കിലാണ്. ആരുടെ എടുത്തുകൊണ്ട് അതൊക്കെ നടന്നു? നമ്മുടെ നികുതി പണം, നമ്മുടെ എക്സ്ചക്കറിൽ നിന്ന് പണം, നിങ്ങൾ ഞാനും കൊടുക്കുന്ന നികുതി പണം എടുത്തുകൊണ്ട് ഈ ഒരാൾക്ക് പോലും ജോലി കൊടുക്കാൻ പോലും പറ്റാതെ, റിട്ടയർമെന്റ് വേക്കൻസിയിൽ പോലും ആളെ നിയമിക്കാൻ പറ്റാതെ ആണ് ഞങ്ങൾ കാര്യവൽക്കരിച്ചത്. അങ്ങനെ ഇതെല്ലാം എല്ലാ സംസ്ഥാനങ്ങളും, കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഇൻവെസ്റ്റ്മെന്റ് പോകാനിത് 25 പുറകെ നടക്കുവാണ് കേരളം. അതിനല്ല വന്നിരിക്കുന്നത്. ഞാൻ അധികാരത്തിൽ വന്നിരിക്കുന്നത് കേരളം 25 കൊല്ലത്തിൽ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. 25 കൊല്ലത്തിന് മുമ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിലെ എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാക്കി, സമ്പന്നതയെ ഉത്തേജിപ്പിച്ച് പണം ഉണ്ടാക്കി പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. പണം കൊണ്ട് വെൽഫെയർ പ്രോജക്റ്റുകൾ നടപ്പാക്കും. 5 പൈസ കയ്യിലില്ല. ഇത് വീട് പഴയതുപോലെ ആവണം അല്ലെന്നേ. അതിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. മുഴുവൻ വെച്ച പിണറായി വന്ന് ഈ ചോദ്യം എന്നോട് ചോദിക്കണ്ട. ജീവനക്കാർ മുഴുവൻ അദ്ദേഹം തിരിച്ചു ചോദിച്ചോളൂ. ആരാ ഈ കുടിശ്ശികയത്? ഞങ്ങളാണോ? പറയണതിനൊരു ഔചിത്യം വേണ്ടേ? അദ്ദേഹം ഉണ്ടാക്കി വെച്ച അദ്ദേഹത്തിന്റെ സർക്കാരാണ് ഈ മെഡിസെപ്പ് തകർത്തത്. മെഡിസെപ്പ് തകർത്തത് ജീവനക്കാരുടെ പരാതി 10 വർഷം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ചാണോ? ആണോ? DA കുടിശ്ശിക ഉമ്മൻചാണ്ടി സർക്കാരാണോ? DA കുടിശ്ശിക വരുത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരാണോ? അല്ല. ലീവ് സറണ്ടർ അടിച്ചത് ആരാണ്? എത്ര I will tell you, we need money. We need money for getting to fill
exchequer, we have to do a lot of things. If we are continuing the same thing, what happened in the government's time, nothing will happen. Kerala will be finished. So we are going to bring new economic models. There should be best fiscal management. There should be measures to prevent the leakage from the country. There should be a restructure entire tax administration. Do it. We fill the exchequer, no doubt. By stimulating the economy, we will fill the exchequer and we will be a equitable distribution of wealth, definitely. And you asked only senior citizens department for the initial expense. We have given allocated 10 crores rupees for the initial expense. We are going to declare the detailed projects of the senior citizens, not only from the government exchequer. There is a scope. Gold hub. For the number one consumers of 20% വരെ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ബിയറും വൈനും അല്ലാത്ത വീര്യം കുറഞ്ഞ പ്രോത്സാഹിപ്പിക്കും. ഇത് പറഞ്ഞ മാത്രം അതിന് ടാക്സ് ഫിക്സ് ചെയ്തില്ല. അതിന് ടാക്സ് ഫിക്സ് ചെയ്യണം. പർട്ടിക്കുലർ ടാക്സ് വീര്യം മദ്യത്തിന്റെയും ബിയറിന്റെയും വൈനിന്റെയും ടാക്സ് അല്ലാതെ ഒരു ടാക്സ് ഫിക്സ് ചെയ്തു. അതിൽ 0.5 ഉള്ളതിന് ഞങ്ങള് 20, അതുപോലെ 20 പോലും ഉണ്ടാക്കി 10 എന്നിട്ട് ഒരു ലിറ്റർ ഉണ്ടാക്കിയില്ലല്ലോ. ചുമ്മാ പറഞ്ഞ കേരള കോറിഡോർ പറഞ്ഞാൽ തിരുവനന്തപുരത്ത് പോർട്ട് റിലേറ്റഡ് ആയി സ്പേസ് റിലേറ്റഡ് ആയി ആയിട്ടുള്ള സംവിധാനമല്ല. കൊല്ലത്ത് ചെല്ലുന്നത് മിനറൽ കോറിഡോറും പോർട്ടും, ആലപ്പുഴയിൽ ചെല്ലുമ്പോൾ പോർട്ടും ഇക്കോണമി. ഇങ്ങനെ ഇതൊരു ഇക്കണോമിക് കോറിഡോറാണ്. കൂടുതൽ സാധ്യതകളും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റും വരുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമാണ് സദേൺ ഇക്കണോമിക് കോറിഡോർ ഈ ജില്ലകളെ കേന്ദ്രീകരിക്കും. അതോടൊപ്പം ടൂറിസം ഉണ്ടാവും. പറഞ്ഞല്ലോ മണൽ മിനറൽ എല്ലാം അല്ല. ഇവരെ ഈ പദ്ധതികളൊക്കെ പോകാൻ നേരം പ്രഖ്യാപിച്ച പദ്ധതികൾ പോകാൻ നേരം 10 എന്നിട്ട് ഇതൊന്നും പറ്റില്ല. അധികാരത്തിൽ പ്രഖ്യാപിക്കുക എലക്ഷൻ EU ഓഫ് ദി ആയാനത്തിൽ പ്രഖ്യാപിച്ചാണ് ഈ സ്ത്രീ സുരക്ഷ എപ്പോഴാണ് ചെയ്തത്? ഫെബ്രുവരിയിൽ. ലോക്കൽ ബോഡി വോട്ട് ചെയ്യുന്നുണ്ട്. ഈ ഇലക്ഷൻ മുമ്പ് ഞങ്ങൾ പരിശോധിക്കുന്നു. ഞാൻ കഴിഞ്ഞ സമ്മേളനത്തിൽ പറഞ്ഞ ക്യാബിനറ്റ് കഴിഞ്ഞ സമ്മേളനത്തിൽ ഞങ്ങളത് പരിശോധിക്കും. ആക്കിയത് എങ്ങനെയെന്ന് പരിശോധിക്കേണ്ടതാണ്. ഇലക്ഷൻ കാലത്ത് വിതരണം വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എന്തൊക്കെയാണ് നടത്തിയത്? ഇപ്പൊ ജീവനക്കാരോട് സ്നേഹമാണല്ലോ. കഴിഞ്ഞ ഗവൺമെന്റുകളെല്ലാം ചെയ്ത് കാലത്ത് പേ നിയമിച്ച് പേ കമ്മീഷൻ പൂർത്തിയാക്കി പേ കമ്മീഷൻ അവാർഡ് കൊടുത്തു. പേ കമ്മീഷൻ നടപ്പിലാക്കി ഇല്ലേ? ഗവൺമെന്റുകളെല്ലാം ഈ എന്താ ചെയ്തത്? പേ കമ്മീഷൻ പ്രഖ്യാപിച്ചത് എന്നാ തൊട്ട് മുമ്പ്. അങ്ങനെ 6 മണിക്ക് സമയം കൊടുത്തു. അപ്പൊ അടുത്ത സർക്കാർ കയ്യിലിരിക്കട്ടെ എന്ന്. ഒരു ബാധ്യതയെ കുടിശ്ശിക വരുത്തി, കുടിശ്ശിക വരുത്തി, ലീവ് മാറ്റി, ലീസപ്പ് പൊളിച്ചു എന്ന് ഇവിടെ വന്നിരുന്നിട്ട് ഭയങ്കര ഞാൻ തന്നെ കണ്ടിട്ട് എല്ലാത്തിൻ്റെ ഓരോ ഫയലും ഞങ്ങൾ നോക്കി ചെയ്തിരിക്കുന്നത് പോകുന്ന പോക്കിലെ അല്ല, ഇതൊരു സ്പെഷ്യൽ സ്കീമാണ്. ആ സ്കീം പോലെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ബജറ്റിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആരംഭിച്ച 1 ഡസൻ സ്കീമുകളാണ് ആരോഗ്യ ഇവരെ നിർത്തിയത്. ഈ തളർന്നു കിടക്കുന്ന കുട്ടികളെ ചികിത്സിക്കുന്ന പാവങ്ങളുണ്ട്. അവർക്കൊരു ആരോഗ്യ പദ്ധതി ഉണ്ടായിരുന്നു, ഹൃദ്യം ഉണ്ടായിരുന്നു. എത്ര പദ്ധതികളാണ് തകർത്ത് അവസാനിച്ചിട്ട് പോയത് ആരോഗ്യ. ടൈപ്പ് ഡയബറ്റീസിന് നിങ്ങൾക്ക് വരുന്നതാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. അതിന് ഇൻസുലിൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു വേറെ ഇൻസുലിൻ ഫണ്ട് ഉണ്ടായിട്ടൊന്നും
ഇല്ല. ആശുപത്രി കാരുണ്യത്തിലെ ആളുകൾക്ക് നിഷേധിക്കുകയാണ്. സ്വകാര്യ ആശുപത്രി ഏകദേശം 700-750 കോടി രൂപ കൊടുക്കാൻ ഒരു കടം വരുത്തിയാണ്. ബജറ്റ് എന്ന് ബജറ്റിന്റെ പ്രശ്നമല്ല, ബജറ്റിന്റെ ഡോക്യുമെന്റ് ബ്രീഫ് ഉൾപ്പെടെ ഒരുപാട് ഡോക്യുമെന്റ് പറയേണ്ട പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ രേഖ മാറ്റി ആക്കിയതിന് ബജറ്റ് തന്നെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ഇത് കേന്ദ്ര പ്രഖ്യാപന ബജറ്റ്, ഇത് കേരളത്തിന്റെ തീരുമാനിക്കാൻ വേണ്ടി ബജറ്റാണ്. വരാനിരിക്കുന്ന ഈ സ്വർണ്ണ അകത്ത് നടക്കുന്ന തട്ടിപ്പുകൾ പുറത്തില്ല. അതിപ്പോ നടത്തുന്ന കാര്യങ്ങളല്ല, അതിന് സമാന ഇപ്പോഴത്തെ കാര്യങ്ങളുടെ വരെ ബിസിനസ് ആണ്. ടാക്സ് ഇല്ല. ഇപ്പൊ ശബരിമലന്റെ ഇരട്ടി ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ കൊട്ടി അല്ല നിരോധനം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്, ടൂറിസം ചെയ്യുന്നത്, സിറ്റി ഹബ് ഉണ്ടാക്കുന്നത്, MS ഉണ്ടാക്കുന്നത്, മനസ്സിലായി സിനിമ പ്രോത്സാഹിപ്പിക്കുന്നത്, വരുമാനം ഉണ്ടാക്കില്ല. ഞങ്ങൾ ഈ വാദത്തെ പറഞ്ഞിട്ടുണ്ട്. ഇക്കോ സമ്പവസ്ഥയെ ഉത്തേജിപ്പിക്കാതെ ഉണ്ടാവില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യം കൂടി നമ്മൾ അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് കൂടി വേണ്ടി ഈ സംസ്ഥാനം 100 രൂപ ഉണ്ടായാൽ 77 രൂപ കമ്മിറ്റഡ് എന്താ സാലറി, പെൻഷൻ, പലിശ ചോദിച്ചില്ല. പലിശ എത്ര അൾട്ടിമേറ്റ് ഗവൺമെന്റ് കൊടുക്കണം. ഇത് എത്ര രൂപ 100 രൂപ കിട്ടുന്ന ചെലവാക്കി നേരത്തെ സർക്കാർ ചെയ്യണമെന്ന് 100 രൂപ 77 രൂപയും എക്സ്പെൻസ് ആയിട്ട് ബാക്കി അതുകൊണ്ട് വേറെ അപ്പൊ കാറ്റഗറി അതിനൊരു ഡി വേണം. ഇൻഷുറൻസ് കമ്പനികൾ സംസാരിക്കണം. അത് തയ്യാറി അതിനുവേണ്ടി ആ സ്കീമിന് ആരംഭ ചെലവ് 10 കോടി രൂപ പാചകം അതിൻ്റെ ഇതിനാണ് ഇവിടെ വന്നത്. ഇപ്പോഴത്തെ മാറ്റി കുറച്ചുകൂടി വരുത്തി പ്ലാനിങ് ഒരു തിങ്ക് ആക്കുന്നതാണ്. വല്ല ഒരു തിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ, സംസ്ഥാന കൂടി പറ്റുന്ന ഫിനാൻഷ്യൽ മാർജിൻ നേരെ ബെറ്റർ മാനേജ്മെന്റ് ടു പ്രിവെന്റ് ഫ്രം ദ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. എങ്ങനെയാണ് ഒരു ഐഡിയ എങ്ങനെ ഒരു പ്രോജക്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ്, ആ ജോലിയൊക്കെ ക്ലീൻ വാചകങ്ങൾ പ്രസംഗ സമ്മാനത്തിലും സമ്മേളനത്തിൽ ഇല്ല. അതിൽ ഞങ്ങൾ വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ടാണ് കാര്യങ്ങളാണ് പറഞ്ഞത്. പുതിയ കാര്യം ഇനി എന്തെങ്കിലും ഞങ്ങൾ ഇത് തിരിക്കുമ്പോ കാര്യമാണ്. പട്ടിക ഇവിടെ വന്ന് മുൻ മുഖ്യമന്ത്രി 2001 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടിന്റെ കാലത്ത് പട്ടികജാതി വർഗക്കാർ എത്ര വീട് 10 കൊല്ലം ലൈഫ് ഭാഗമായി ജാതി പല പ്രാവശ്യം ഇപ്പൊ മണ്ണ് ഞാൻ നിയമസഭ കാരണം നമുക്ക് പലിശക്ക് മേടിച്ചിട്ടാണ് മത്സ്യലഭ്യം തിരിച്ചു വരും. പലിശക്ക് ഒന്നും കിട്ടി സങ്കടമായിരുന്നു. അവർ 50 കൊടുത്തില്ല, പകുതി കൂടുതൽ സബ്സിഡി പകുതി കൂടുതൽ ഹൃദയത്തിൽ പ്രവർത്തനങ്ങളാണ്. സങ്കടം കണ്ട ഭൂമിയുടെ എണ്ണം പട്ടികജാതി പട്ടികവർഗ മത്സ്യങ്ങളുടെയും എന്താണ് നിയമസഭ സർക്കാരിന്റെ സംസാരിച്ചാണ് ഇപ്പൊ നടപ്പാക്കി അവസരം വന്നു. എനിക്ക് അഭിമാനമില്ല. ലൈഫ് പദ്ധതിയെ പറ്റി ഇനി കിഫ്ബിയുണ്ടോ? കിഫ്ബിയുടെ ഈ ഒന്നും പറ്റില്ല. വെച്ചിരിക്കുന്ന എത്ര പലിശക്ക്
മേടിക്കുന്നത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 9.2% മുഴുവൻ പൈസ എടുത്തിട്ട് ആ പലിശ മുഴുവൻ അല്ല മേഖല വലിയ ബജറ്റിലുള്ളത്. There is mention in the budget that we are going to price any public. The government situation is vulnerable. Our any the private funds, no doubt, that policy facilitate or implement projects in the there have that too alcohol to get any insight in the last time. Government of express our by the so chief secretary there was a secretary to the government details after this letter chief secretary plus pleasure of government talk about that is a yes and some there without government expression ശമ്പളം അല്ല കോട്ടില്ല അതെ ഇതില്ലേ അല്ല കേരളം നോക്കുന്ന ഗവൺമെന്റിന്റെ കാലത്ത് അത് ഗവൺമെന്റ് ചെയ്യും ഇവ ഇതാണ് ഒരുപാട് പോണം കമ്മീഷൻ അടുത്ത എന്തോ പോകില്ല എന്നിട്ടാണ് ഉണ്ടാക്കി ഇന്നലെ നടത്തി കാര്യം നമ്മുടെ പ്രതിപക്ഷ ഒപ്പിട്ടത് എന്റെ ഒറ്റ ചോദ്യം ആരാ ഒപ്പിട്ടത് യോജനകൾക്ക് ശേഷം ഒപ്പിട്ടിട്ട് എന്നിട്ട് കത്ത് പ്രൊവിഷണൽ ഈ എഗ്രിമെന്റ് ആരവി പ്രൊവിഷണൽ കഴിഞ്ഞപ്പോ ഇതിന്റെ ചില
രാജ്യവും കൂടി നിങ്ങൾ പദ്ധതി നൽകുന്ന അവാർഡാണ് വിദ്യാഭ്യാസം സംസ്ഥാനവും കേരളമാണ്. അക്കാഡമി ഏത് പുസ്തകം അതിലെ പഠിപ്പിക്കണം എന്നുള്ള സംസ്ഥാന അതുകൊണ്ട് പുസ്തകങ്ങൾ പുറത്തിറക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് ഇതിലും പറഞ്ഞിട്ട് തൃപ്തിയില്ലാത്തവർ കേട്ടോ നികുതി ഉപയോഗം നിലപാട് ചെയ്യും. PM ന്യൂ ഇന്ത്യ ലിറ്ററസി നടപ്പാക്കിയ സംസ്ഥാനങ്ങളുടെ അനുഭവങ്ങളും നിരന്തരമായ ആശയവിനിമയത്തിന്റെയും അടിസ്ഥാനത്തിലാണ് PM ആരോഗ്യം ഇതിവിടെ കഴിഞ്ഞ 2 അവിടെ പേര് ഇങ്ങോട്ട് ചൂണ്ടുമ്പോ നെഞ്ചിലേക്കാണെന്ന് മതി പറയുമ്പോ ഇതിന് കൃത്യമായ ശിവൻകുട്ടി കിട്ടും. ശിവൻകുട്ടി പറഞ്ഞല്ലോ അതുണ്ടെന്ന് ഒരു പ്രശ്നം. നിങ്ങൾ ഇനി മുൻ വിദ്യാഭ്യാസം ഇതിൽ ഒപ്പിട്ട കരിക്കുലത്തിന് കുഴപ്പമില്ല. ഇത് ഔദാര്യമല്ല പൈസ തരുന്നത് പേരുകളൊക്കെ അത് UP സമയത്തും ചിലപ്പോൾ രാജീവ് ഇന്ദിരാ യോജനയായിരുന്നു. ഈ PMA പേര് ഇന്ദിരാ ഇടും കാര്യം വീട്ടിൽ നിന്ന് തരുന്ന ഓരോ ഇത് ഇതൊന്നും പറഞ്ഞു പിന്നെ no from the school and but central government they with agreement അത്
ഉപയോഗിക്കുന്നതിന് വേണ്ടി അവര് നമ്മുടെ പറഞ്ഞു വിട്ട് അവർക്ക് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന് ഇതൊക്കെ കഴിഞ്ഞ 2 വർഷമായി കഠിനാധ്വാനം നടത്തി അക്കാഡമീഷ്യൻസിനെ